ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റോൺ ബോർഡ് കൊണ്ട് എങ്ങനെയാണ് ഡ്രസ്സിലേക്ക് വർക്ക് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടല്ല, ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. കൂടാതെ നമുക്കിന്ന് സൺഡേ ആണ്, സൺഡേ ഓഫർ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റോൺ ബോർഡിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു ബോർഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സിൽവർ സ്റ്റോൺ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതാണ് സിൽവറിൻ്റെ സ്റ്റോണാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാം. കുറച്ച് സ്റ്റോൺ ഇതിനകത്തേക്ക് എടുത്തിടാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ചിലത് നമുക്ക് സ്റ്റോൺ തിരിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് നേരാക്കി ഇട്ട് കൊടുക്കുക. അല്ലാതെ ചിലതിൽ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ സ്റ്റിക്കറുണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് സ്റ്റിക്കർ വരുന്നത്. നമ്മുടെ ഡിസൈൻ ഏതാണോ സൈസ് അനുസരിച്ച് നമുക്കത് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് പതിയെ ഇതിനകത്തേക്ക് കൊണ്ട് വിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തേച്ചെടുക്കുമ്പോഴേക്കും ആ സ്റ്റിക്കറിലേക്ക് ആ സ്റ്റോണ് പതിയും. എന്നിട്ട് നേരെ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് ആണ് ഉള്ളതെങ്കിൽ നേരിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീടാണ് ഒട്ടിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് പൊളിച്ചിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് ഇരിക്കുന്നത്, ഡിസൈൻ. ഇപ്പം ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ക്ലോത്താണ് കേട്ടോ, മോളുടെ ഒരു കോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സൈഡിലായിട്ടാണ് ഈ ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഒരു വൈറ്റ് പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്ന അതിൻ്റെ ഡിസൈൻസ് കാണിക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കൂടാതെ നമുക്ക് നല്ല ഓഫർ വരുന്നുണ്ട്. അപ്പോൾ 30 രൂപ മുതൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഡിസൈൻസ് 30 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. കൂടാതെ മൂന്ന് ബോർഡ് എടുക്കുന്നവർക്ക് നമ്മൾ 2 മീറ്റർ ഷീറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. സ്റ്റോൺ 25 ഗ്രാമിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. 2 കളറാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സിൽവറും ബ്ലാക്കുമാണ് സ്റ്റോക്ക് ഉള്ളത്. ഇപ്പം ഞാൻ വൈറ്റ് പേപ്പറാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്ന, പ്ലെയിൻ വൈറ്റ് പേപ്പറാണ്. എന്നിട്ട് നല്ലതുപോലെ ചൂടാക്കി കൊടുക്കാം. നല്ലതുപോലെ ചൂടാവണം, എന്നാൽ മാത്രമേ അത് നല്ലതുപോലെ അതിനകത്ത് ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കഴുകുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ സ്റ്റോൺ ഇളകി പോരും. അപ്പോൾ അത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. നല്ല ചൂടാവണം. നല്ലതുപോലെ ചൂടാക്കി കൊടുക്കുക. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. നല്ലപോലെ ഒട്ടിയിട്ടുണ്ടോ നോക്കാം. ഇതിപ്പോൾ നല്ല സ്റ്റോൺ നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ എല്ലാം ആ ക്ലോത്തിലത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരുപാട് പെട്ടെന്ന് നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇനി തൂത്താലൊന്നും പൊളിഞ്ഞ് പോരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.